അടുത്ത 2 ചേട്ടന്മാരെ പറഞ്ഞിരിക്കുന്നുണ്ട്, അവരോട് ഒന്ന് വിശേഷങ്ങൾ ചോദിക്കുക. ചേട്ടാ ഹായ്, പേരെന്താണ് രണ്ടുപേരും? എൻ്റെ പേര് സുരേഷ്. സുരേഷ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി. എവിടെ സ്ഥലം? ഞാൻ എഴുപില്ല. ഫോർട്ട് വെച്ച്. കാർണിവലിൽ ഞാനുണ്ടായിരുന്നു, ജോക്കറായിട്ട് തന്നെ വന്നാണ്. എവിടെയോ കണ്ടു, നല്ല താടിയൊക്കെ താടി ഉണ്ടായിരുന്നു, താടി വേണ്ടി കളഞ്ഞതാണ്. എന്താ പറയുക, ആളെ മനസ്സിലായപ്പോഴാണ്. സോറി, പേരെന്ന് പറയാമോ? സജി. അല്ല, ഇവിടെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കണല്ലോ, ഒരാളവിടെ നമ്മളെ മാറ്റി നിർത്തിയ പോലെ ആയി പോകും, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല ഒരു കുഴപ്പമില്ല, ഇവിടെ ഞങ്ങളുടെ ഫ്രെയിമിലുള്ളതുകൊണ്ട് ചോദിച്ചാണ്, അല്ലെങ്കിൽ മോശം. ആൻസർ പറയണമെങ്കിൽ പറയാൻ കേട്ടോ, താങ്കളുടെ ഇഷ്ടം. അതായത് നമ്മുടെ മെയിൻ ചോദ്യം ഇതാണ്, എല്ലാവർക്കും ജീവിതത്തിൽ കോമാളിയായ ഒരു നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരു രീതിയിലുള്ള മറ്റു രീതി, ഒന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അത് തരണം ചെയ്തതിനെക്കുറിച്ച്. ചിലവർ ഒരു വീഴ്ച കിട്ടുമ്പോൾ അവിടെ തന്നെ കടന്നു പോകണേണ്, നമ്മളൊക്കെ എഴുന്നേറ്റ് ഓടിയിട്ടുള്ളൂ തോൽവി. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നത്? ഒരുപാടുണ്ട്, ഒരുപാട് വീഴ്ച വീണിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വീഴ്ചയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ദൈവം നമ്മൾ ഇത്രയും കരകയറ്റിയിട്ടുണ്ട്. തുറന്നു പറയണല്ല, ഒറ്റ നമ്പർ കളിച്ച് കുടുംബം വരെ വയ്ക്കേണ്ടി വന്ന ഗതികേട്ടുണ്ടായിട്ടുള്ള ആൾക്കാർ. അവസാനം അതിൽ നിന്നൊക്കെ ദൈവം നമ്മളിപ്പോൾ ഇത്രയും പരുവത്തിലേക്ക് ആത്മഹത്യയുടെ വാക്കത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നതാണ്. അത് കാരണം ഇനിയൊരു പ്രതിസന്ധിയെ ഈസിയായി തരണം ചെയ്യുമെന്ന് മനസ്സിന് നല്ല ഉറപ്പ്. അതാണ് മെയിൻ പോയിന്റ്. ചേട്ടന് ഒരു കാർഡ് തരട്ടെ, ഇഷ്ടമുള്ള കാർഡ് ഈ ലോകത്ത് ഇന്നത്തെ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ലോകത്ത് സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ ജയിക്കുമോ എന്നാണ്. ജയിക്കില്ല. എന്തുകൊണ്ട്? അനുഭവം ഗുരു എന്ന് പറയാം. അനുഭവം ഗുരു. ഞാൻ പ്രതീക്ഷ കറക്റ്റ് കാര്യമാണ്. സത്യസന്ധതയുള്ളവനെ തോറ്റിട്ടുള്ളൂ, ഉടായ്പിലുള്ളവനെ എല്ലാം രക്ഷപ്പെട്ടു. എന്നാലും അത് മാറ്റണ്ട, അത് നമ്മുടെ ഒരു ക്വാളിറ്റി അല്ല. നമ്മുടെ നല്ല മനസ്സുകൊണ്ടാണല്ലോ പലപ്പോഴും കോമാളിയാവേണ്ട വന്നിട്ടുള്ളത്, അല്ലേ? എവിടെ സ്ഥലം? അലുവ. പണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരുമില്ല. അപ്പോഴും നമുക്ക് വേണ്ടത് മെയിൻ സമാധാനം, അല്ലേ? എല്ലാവരും സമാധാനം തേടിയുള്ള യാത്രയാണ്, പക്ഷെ ആരും സമാധാനം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിന്നൊക്കെയാണ്. എല്ലാം ശരിയാവട്ടെ, എന്തോ വിഷമത്തിലാണ്, കൂടുതൽ ചോദിക്കണില്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയാം, ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ളവർ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നവരല്ലാണ്ട് പണിയുള്ളവരാരും ഇവിടെ വന്നിരിക്കില്ല. ജോലി കളഞ്ഞ ആരെങ്കിലും ഇവിടെ വന്നിരിക്കും ഇല്ല. അപ്പോൾ പലർക്കും പല കാര്യങ്ങളായിട്ട് പലരും ടെൻഷനിലാണ്, പല കാര്യങ്ങളും. അത് എൻ്റെ പ്രശ്നമായിരിക്കില്ല പുള്ളിയുടെ പ്രശ്നം. പുള്ളിയുടെ പ്രശ്നമായിരിക്കും ഇങ്ങനത്തെ പ്രശ്നം. അപ്പോൾ വിവിധതരം പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്, ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എന്തൊക്കെ പ്രശ്നത്തിനാണ്? ഏത് വണ്ടി ഓടിക്കും? എല്ലാം ശരിയാവട്ടെ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ബൈ. കാണാം, ഇവിടെ വരും, എന്തായാലും കാണാം.